ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നു. ജനനം 1853 ഓഗസ്റ്റ് 25. ജനനസ്ഥലം കൊല്ലൂർ കണ്ണമ്മൂല, തിരുവനന്തപുരം ജില്ല. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ജന്മഗൃഹം ഉള്ളൂർ കോടുവീട്. പിതാവ് വാസുദേവ ശർമ്മ, മാതാവ് നങ്ങമ്മ. യഥാർത്ഥ നാമം അയ്യപ്പൻ. ഗുരുക്കന്മാർ തൈക്കാട് അയ്യ സ്വാമികൾ, പേട്ടയിൽ രാമൻപിള്ള ആശാൻ, സുബ്ബജട പാടികൾ. സമാധിയായ വർഷം 1924 മെയ് 5. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ. രാമൻപിള്ള ആശാൻ്റെ ഗുരുകുലത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായും അവരെ നിയന്ത്രിക്കുന്നതിനായും കുഞ്ഞൻപിള്ളയെ മോണിറ്റർ ആയി നിയോഗിച്ചു. അങ്ങനെയാണ് ചട്ടമ്പി എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. ചട്ടമ്പി എന്ന് പറയുന്നത് ഒരു ലീഡർ സ്ഥാനമാണ്. വേദോപനിഷത്തുക്കളിലും സംസ്കൃതത്തിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു സുബ്ബജട പാടികൾ. ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ചട്ടമ്പി സ്വാമികളെ സന്യാസവൃത്തി സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിച്ച വ്യക്തിയാണ് സുബ്ബജട പാടികൾ. ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കന്മാർ കൃഷ്ണൻപിള്ള, പേട്ടയിൽ രാമൻപിള്ള ആശാൻ, തൈക്കാട് അയ്യ. തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദാന്ത ശാസ്ത്രത്തിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരുവാണ് സ്വാമിനാഥ ദേശികർ. ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം, തമിഴ്നാട്. സന്യാസം സ്വീകരിച്ചതിന് ശേഷം ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേരാണ് ഷൺമുഖദാസൻ. ഷൺമുഖ ഭഗവാന്റെ തീവ്രഭക്തനായതിനാലാണ് ഷൺമുഖദാസൻ എന്ന പേര് ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ചത്. ഹിന്ദുമതത്തിൽ നിന്നും ക്രിസ്തുമതത്തിലേക്കുള്ള മതപരിവർത്തനത്തെ എതിർത്തിരുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. സസ്യഭക്ഷണത്തിൻ്റെ പ്രാധാന്യവും അഹിംസയും പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കൽ അല്ല, ക്ഷേത്രങ്ങളിൽ നിന്നും ജാതിഭൂതങ്ങളെ അടിച്ച് പുറത്താക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പന്മന. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്തിനടുത്ത് ശിഷ്യന്മാർ പണിത ക്ഷേത്രം ബാലഭട്ടാരക ക്ഷേത്രം. ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പന്മന എന്ന് പറയുന്നതും ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്തിനടുത്ത് ശിഷ്യന്മാർ പണിത ക്ഷേത്രം ബാലഭട്ടാരക ക്ഷേത്രം, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2014 ഏപ്രിൽ 30. ഇതും ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങൾ: സർവവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവി ധരിക്കാത്ത സന്യാസി, കേരളത്തിൻ്റെ മഹാനായ പണ്ഡിത സന്യാസി, കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി. ഇവയൊക്കെയാണ് ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങൾ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കവിതയാണ് സമാധി സപ്തകം. കെ മഹേശ്വരൻ നായർ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ടോണി മാത്യു രചിച്ച കൃതിയാണ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ആഗസ്റ്റ് 25 കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു.